നമസ്കാരം. ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിൻ്റെ നിർണായകമായ വെളിപ്പെടുത്തൽ ഏറെ വിവാദമായിരിക്കുകയാണ്. അദ്ദേഹം ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയാണ് നിലവിലിപ്പോൾ നടത്തിയിരിക്കുന്നത്. അതായത് പൂഞ്ഞാറിൽ 4.5 കോടി രൂപ ബി.ജെ.പി. നേതൃത്വം നൽകി എന്നാണ് പി.സി. ജോർജിൻ്റെ നിർണായകമായ വെളിപ്പെടുത്തൽ. ആരൊക്കെ വീതം പറ്റിയെന്ന് തനിക്ക് അറിയില്ല എന്നും പണം കൈകാര്യം ചെയ്തത് ബി.ജെ.പി. നേതാവ് സജ്ജിയാണ് എന്നുമാണ് പി.സി. ജോർജിൻ്റെ ഈ ഒരു വെളിപ്പെടുത്തലിൽ വ്യക്തമാകുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. അത് കമലേഷൻ, അത് നിങ്ങളാണ് പറയുന്നത്. എനിക്ക് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു വാർത്തയും കിട്ടിയിട്ടില്ല. ഞാൻ TV കാണുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾ ചർച്ച ഉണ്ടാക്കുന്നു. ഇനി നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ ആരാണ് എടുത്തത്, എന്താണ് ഡിസിപ്ലിനറി കമ്മിറ്റി തീരുമാനിച്ചത്, നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ എനിക്കൊരു മെമ്മോ ആയിട്ട് അയച്ചാൽ മതി. നോക്കൂ, അല്ല ഈ വിഷയം കഴിഞ്ഞോ? ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? അല്ല, എനിക്ക് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഓക്കെ, നോക്കൂ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ 5-6 ലക്ഷം പ്രവർത്തകരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു നോർമൽ കോഴ്സ് ഓഫ് ആക്ഷനാണ് ഡിസിപ്ലിനറി ആക്ഷൻ, ഷോ കോസ് നോട്ടീസ്. ഇതെല്ലാം എപ്പോഴും നടക്കുന്നതാണ്. ഇതെന്താ പെട്ടെന്ന് ഇന്നലെ തുടങ്ങിയതാണോ? ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു കൊല്ലം എത്ര മാസമായി? 4 മാസമായി, 1.5 കൊല്ലമായി. അതിൽ എത്ര ഷോ കോസ് നോട്ടീസ് പോയിട്ടുണ്ടല്ലോ. അതൊരു ഒരു സാധാരണ ഒരു നോർമൽ ഇഷ്യൂ എന്തേ? എന്തിനാണ് നിങ്ങൾ ഒരു കേസിനെ പിടിക്കുന്നത്? അത് ഞങ്ങൾക്കൊരു രീതിയുണ്ട്, ഒരു ട്രാൻസ്പെറൻറ്റ് മെക്കാനിസം ഉണ്ട്. അത് അവർക്കൊരു നാച്ചുറൽ ജസ്റ്റിസിന് ആരാണെങ്കിലും A person, B person, C person, അവർക്ക് ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സ് വഴി പാർട്ടി മുമ്പോട്ട് പോകും. പക്ഷേ ഇതിന് നിങ്ങൾ സെൻസേഷനലൈസ് ആക്കിയിട്ട് നിങ്ങളുടെ TRPക്ക് വേണ്ടി ഓരോന്ന് പറയുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഞാനൊരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെല്ലാവരും വിദ്വാന്മാർ. ഈ കഴിഞ്ഞ 1.5 കൊല്ലം ഞങ്ങളുടെ പാർട്ടിയിൽ എത്ര ഡിസിപ്ലിനറി ആക്ഷൻ നടന്നിട്ടുണ്ടോ നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എന്തിനാ ഞാനിപ്പോൾ തുടങ്ങുന്നത്? ഈ പാർട്ടി എന്തിനാ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾ ആവശ്യമായിട്ട് നിങ്ങൾ തുടങ്ങേണ്ടത്? ഇത് ഞങ്ങളുടെ ഒരു കോൺഫിഡൻഷ്യൽ പ്രോസസ്സാണ്. ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഉള്ളിൽ നടക്കും. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോളൂ. ഞാൻ എന്തിനാ അതിനെക്കുറിച്ച് പറയേണ്ടത്? നിങ്ങൾ നന്നായിട്ട് അത് ആംപ്ലിഫൈ ചെയ്യുന്നുണ്ടല്ലോ. അല്ല നോക്ക്, അല്ല ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒരു അത് നിങ്ങൾ ആരാ പറഞ്ഞത്? നിങ്ങളല്ല പറഞ്ഞത്. ഓക്കെ, ഇനി വിടൂ. ഇനി ഇതിനെക്കുറിച്ച് ഞാൻ ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറയട്ടെ. ഇതിനെക്കുറിച്ച് ഞാൻ ഒന്നും കൂടുതൽ പറയാൻ താല്പര്യമില്ല. എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് സമയമില്ല, പറയാൻ താല്പര്യമില്ല. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിച്ചോ. പി.സി. ജോർജ് അത് ആദ്യം പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? അത് അല്ല, മുഴുവൻ സ്റ്റോറി കഥ പറയുമ്പോൾ ആദ്യത്തെ ചാപ്റ്ററും ഫൈനൽ ചാപ്റ്റർ പറയുന്നത്. എന്തായാലും പി.സി. ജോർജ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് 4,45,00,000 രൂപ ചെലവായതായി തനിക്ക് കണക്ക് ലഭിച്ചു എന്നുള്ളതാണ്. തന്ന കണക്ക് കാണിച്ചാൽ ബി.ജെ.പി. പ്രവർത്തകർക്ക് നാണക്കേട് ഉണ്ടാകും. ഒരു ബൂത്തിൽ 31,000 രൂപ കൊടുക്കണമെന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ആ പണം എവിടെ പോയി എന്നും പി.സി. ജോർജ് ചോദിക്കുന്നുണ്ട്. അതേസമയം ഇതിൻ്റെ ബാക്കി പത്രമായി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: പണം ഉപയോഗിച്ച് പലരും പുതിയ കാർ വാങ്ങി എന്നും പി.സി. ജോർജ് ഈ പരിപാടിയിൽ പരിപാടി വേദിയിൽ പറയുന്നുണ്ട്. ബി.ജെ.പിയുടെ കാശും കൊണ്ട് കാർ മേടിച്ചാൽ കാർ ഇടിച്ച് പോകുമെന്നും ഇത് തൻ്റെ പ്രാക്കാണ് എന്നും പി.സി. ജോർജ് പറഞ്ഞു വയ്ക്കുകയാണ്. ഈ ഒരു വിഷയത്തിലാണ് നിലവിലിപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മര്യാദയ്ക്ക് പ്രതികരിക്കാൻ പോലും മാധ്യമപ്രവർത്തകരോട് ഇപ്പോൾ തയ്യാറായിട്ടില്ല. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.